ഇന്ന് നല്ലൊരു ഉപ്പുമാങ്ങ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഒരു ഇടിയനിലോട്ട് ഞാൻ ഒരു 4 പച്ചമുളക് ഇട്ട് നല്ലപോലെ ഇടിച്ചെടുക്കണം, ഒന്ന് ചതയ്ക്കണേ. അതിലോട്ട് ഒരു 8-9 ചെറിയ ഉള്ളിയില്ലേ, അതും കൂടെ ഇട്ട് എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാവേ. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ആദ്യം ഇത് നമുക്ക് ചതച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ 2 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇങ്ങനെ ഞെരടി എടുക്കണം. പെട്ടെന്ന് ഇങ്ങനെ ഇത് വരും. തൊലി വലുതായിട്ട് അലുത്തിട്ടില്ല, പക്ഷേ നല്ലപോലെ ഇതായിട്ടുണ്ട്, സോഫ്റ്റായിട്ടുണ്ട് ഈ മാങ്ങയെ. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഞാൻ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഈ ഉപ്പുമാങ്ങയുടെ വെള്ളമില്ലേ, അത് 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാം. ഇത് ഇങ്ങോട്ട് ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ആ തൊലി അങ്ങോട്ട് ശരിക്കും അലുത്തിട്ടില്ല, എന്നാലും കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ ചോറിൻ്റെ സൈഡിലോട്ട് വെച്ച് മിക്സ് ചെയ്തൊന്ന് തിന്ന് നോക്കണേ. ഇതുവരെ ഇതുണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇത് കണ്ട. ഇനി അടുത്തൊരു ഉപ്പുമാങ്ങ ഒഴിച്ച് കറിയാണ്. ഞാൻ ഇതുപോലൊരു 4 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വിടുക. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് വിടാവേ. കണ്ട. അതിലോട്ട് ഞാൻ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതിനെ അവിടെ വേവാൻ വെക്കാം. അത് നല്ലപോലെ ഒന്ന് വെന്ത് അലുത്ത് വരട്ടെ. പെട്ടെന്ന് വേവും കേട്ടോ, ഉപ്പുമാങ്ങ അല്ലേ. അപ്പോഴത്തേക്കും അതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1 മുറി തേങ്ങ, 3-4 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പോഴത്തേക്കും ഉപ്പുമാങ്ങ ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, എളുപ്പമാണ്. ആ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ, അത് ഈ മാങ്ങ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. കണ്ടില്ലേ, ആ അരപ്പ് ഒഴിച്ച് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി. തിളയ്ക്കാൻ പാടില്ല. ഈ അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാകാനേ പാടുള്ളേ. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ആ തവിയിൽ നിന്നൊക്കെ നല്ല പുക വരുന്നത് കണ്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്നുമില്ല, ഇനി അങ്ങ് താളിച്ച് എടുത്താൽ മതി. ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇച്ചിരി ചെറിയ ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് അതിനെ നമുക്ക് താളിച്ചൊഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ഉപ്പുമാങ്ങ ഒഴിച്ച് കറി റെഡി. ശരിക്കും ഇതൊക്കെ മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.